പ്രൈവറ്റ് മൂവി കണ്ട് പുറത്തിറങ്ങിയപ്പം ഒരു ചങ്ങാതി ക്യാമറയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഐ ക്രൈഡ്. അപ്പോൾ പുള്ളി ചോദിച്ചു അതെന്താ ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയാണ്, നിങ്ങൾ എന്താ കരഞ്ഞെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇമോഷണൽ അല്ലാതെ ഈ സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ സിനിമാറ്റോഗ്രഫി, വിഷ്വൽ, സ്റ്റോറി, പെർഫോമൻസ് അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പൊളിറ്റിക്സിനെ പറ്റിയാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്. കാരണം ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നത്തെ കാലത്ത് സെൻസർ ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് വലിയ കാര്യമാണ്. നാളെ ചിലപ്പോൾ ഇത് ബാൻ ചെയ്തിരിക്കും, ഹുനോസ്. പക്ഷെ ഇപ്പൊ ഇത് ഇറങ്ങി എന്നുള്ളത് ഇത് അത്യാവശ്യമാണ്. ഇത് സമർപ്പിക്കപ്പെട്ട ആളുകൾക്കാണെങ്കിലും ഇത് കാണുന്ന നമുക്കാണെങ്കിലും ഈ സിനിമ ഒരു അത്യാവശ്യമായിട്ടുള്ള സിനിമയാണ്. ഇനി സിനിമാറ്റോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ സിസ്റ്ററുമായിട്ട് നടന്ന ഒരു കോൺവെർസേഷനിൽ ഷീ സെഡ് ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ആ സിനിമക്ക് പാകത്തിലുള്ളതായിരിക്കണം, അല്ലാതെ എല്ലാ സിനിമകൾക്കും ഒരുപോലെ ആയിരിക്കരുതെന്ന്. ആ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ ഓക്കെ, കറക്റ്റ് പാകത്തിനുള്ള കറക്റ്റ് മീറ്ററിലുള്ള സിനിമാറ്റോഗ്രഫി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പുസ്തകങ്ങളെ പറ്റിയും സിനിമനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനെപ്പോഴും പറയാം എനിക്ക് ആ സിനിമ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ശരിക്കും ഇതിങ്ങനെയാണ് അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ ഇത് ഒരുപാട് ഇമോഷണൽ ആക്കി. അത് ഇറങ്ങി കഴിഞ്ഞിട്ടും അതിന്റെ വിങ്ങൽ എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞ് ഒരു മ്യൂസിക് വരാനുണ്ട് അതിൽ, ഞാൻ പറയുന്നില്ല. ആ മ്യൂസിക് വന്നപ്പം ഞാൻ ട്രാൻസിലെങ്ങാനായിരുന്നു, ഐ ഡോണ്ട് നോ വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ്. ആ രീതിയിൽ ഐ വാസ് ലൈക്ക് എന്തോ ഒരു വേറെ ലോകത്തായിരുന്നു. ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കൂലേ, ആ രീതിയിൽ ഇങ്ങനെ വിങ്ങി നിൽക്കുമായിരുന്നു ആ മ്യൂസിക് വരുമ്പോഴൊക്കെ. സോ നിങ്ങൾ കാണണം, അത്രയും നല്ല സിനിമയാണ്. പെർഫോമൻസ്, ഇന്ദ്രൻസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. മീനാക്ഷിൻ്റെത് ഒരു പെർട്ടിക്കുലർ സീനിൽ പുള്ളിക്കാരി ബെഡ് കിടന്നിട്ട് കണ്ണട അപ്പുറത്തും വെക്കുന്ന ഒരു സീനുണ്ട്. ലൈക്ക് മൈന്യൂട്ട് സാധനമാണ്, പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. സോ പെർഫോമൻസ് വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി, വിഷ്വൽസ്, സ്ഥലം എല്ലാം ഭംഗിയുള്ളൊരു സിനിമയാണ്. നിങ്ങൾ കാണണം. ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കിയതിന് ദീപക് ഡിയോൺ, ക്രൂ ഇവരോട് ഞാൻ നന്ദി പറയാണ്. കാരണം ഇത് അത്യാവശ്യമാണ്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ.